സഹകരണ വകുപ്പിനെതിരെ കോടികളുടെ അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല. പ്രാഥമിക സംഘങ്ങൾക്ക് സോഫ്റ്റ്വെയർ തയ്യാറാക്കാനുള്ള കരാറിൽ 700 കോടിയുടെ തീവെട്ടിക്കൊള്ള നടന്നെന്നാണ് ആരോപണം. ടാറ്റ കൺസൾട്ടൻസിക്ക് 206 കോടി രൂപയ്ക്ക് നൽകാൻ തീരുമാനിച്ച കരാർ IT മേഖലയിൽ ഒരു പരിചയസമ്പത്തുമില്ലാത്ത ദിനേശ് BD കമ്പനിക്ക് 4 ഇരട്ടി തുകയ്ക്ക് കൈമാറാൻ നീക്കമെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. UDF അധികാരത്തിലെത്തിയാൽ ടെൻഡർ റദ്ദാക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. സഹകരണ വകുപ്പിൽ ഏതാണ്ട് 700 കോടി രൂപയുടെ വെട്ടിപ്പ് ഉള്ള നീക്കം ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സഹകരണ വകുപ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു അഴിമതിയാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ IT കമ്പനികളിലൊന്നാണ് ടാറ്റ കൺസൾട്ടൻസി. ആ ടാറ്റ കൺസൾട്ടൻസിക്ക് കരാറ് നൽകാനുള്ള തീരുമാനമെടുത്ത ശേഷം അവരെ ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി താൽപര്യമുള്ള ഒരു സംഘത്തിന് ഇതിന്റെ കരാറ് നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കായിട്ടുള്ള പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കാനുള്ള പദ്ധതി, അതിന്റെ 4 ഇരട്ടി മേൽ തുകയ്ക്ക് ഈ രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത ദിനേശ് BD സഹകരണ സംഘത്തിന് ഗവൺമെന്റ് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത്. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, തെരഞ്ഞെടുപ്പിന് മുൻപേയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം സർക്കാരിനെതിരെ എത്രത്തോളം പ്രതിരോധത്തിലാക്കും, എത്രത്തോളം ഗൌരവമുള്ള ആരോപണമാണ് ചെന്നിത്തല ഉന്നയിക്കുന്നത്? ശ്രുതി, സഹകരണ മേഖലയിൽ പ്രാഥമിക സഹകരണങ്ങളുടെ പൊതു സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ടാറ്റ കൺസൾട്ടൻസിക്ക് 2024 ആദ്യ കരാർ നൽകുന്നത്. അത് ഏതാണ്ട് 209 കോടി രൂപയ്ക്കാണ്. 206 കോടി രൂപയുടെ കരാറാണ് സോഫ്റ്റ്വെയർ തയ്യാറാക്കാൻ. ആ കരാർ നൽകിയതിന് ശേഷം പിന്നീട് വീണ്ടും ടെൻഡർ വിളിച്ചുകൊണ്ട് 4415 പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങളിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ടെൻഡർ വിളിക്കുന്നു. ആ ടെൻഡറിന്റെ പ്രത്യേകത, ആ ടെൻഡറിൽ ടാറ്റ കൺസൾട്ടൻസി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കമ്പനികൾക്ക് പങ്കെടുക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ടെൻഡർ നിബന്ധനകൾ ഉണ്ടായിരുന്നത്. ഒടുവിൽ അത് ദിനേശ് BD കമ്പനിക്ക്, അവരുടെ നേതൃത്വത്തിലുള്ള ഒരു കൺസൾട്ടൻസിക്കാണ് ഈ കരാർ നൽകിയത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി ഈ കരാർ നൽകാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിൽ 700 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്ന ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉയർത്തുന്നത്. കാരണം 206 കോടി രൂപയ്ക്ക് ടാറ്റ കൺസൾട്ടൻസിക്ക് നൽകിയ കരാർ, അത് യാതൊരു തരത്തിലുള്ള വിശദീകരണവുമില്ലാതെ ആ കരാർ റദ്ദാക്കിയതിന് ശേഷം പിന്നീട് ഈ പറഞ്ഞ മറ്റൊരു 2 കമ്പനികൾക്കാണ്, അത് മലബാർ കൺസൾട്ടൻസി എന്ന മലബാർ ടെക്നോളജി കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ തന്നെ കേരള ദിനേശ് BD വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഈ 2 കമ്പനികളെതിരെയാണ് കോടികളുടെ അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നത്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.